എല്ലാ എൻട്രൻസ് എക്സാമിനേഷനുകൾക്കും 11, 12 തുടങ്ങിയ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കുന്ന വിഷയം മാത്രമാണ് ചോദിക്കുക എന്നുള്ള ധാരണ തെറ്റാണ്. നീറ്റ്, JEE, കീം തുടങ്ങിയ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ എൻട്രൻസ് എക്സാമിനേഷനുകൾക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് തുടങ്ങിയ പാഠ്യേതര വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും എൻട്രൻസ് എഴുതുകയല്ലേ, എൻ്റെ കുഞ്ഞുകൂടി എഴുതിക്കോട്ടെ എന്ന് കരുതി കുട്ടികളെ കൊണ്ട് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും എഴുതി അവരുടെ സ്ട്രെസ് കൂട്ടരുത്. വൈ? ബിക്കോസ് കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം JEE എൻട്രൻസ് എക്സാമിനേഷന് അപ്പിയർ ചെയ്ത് 14 ലക്ഷം പേര്. അതിൽ നിന്ന് പാസ് ഔട്ട് 2 ലക്ഷം പേര്. JEEയുടെ അഡ്വാൻസ് എൻട്രൻസിന് അപ്പിയർ ചെയ്തത് 1,80,000 പേര്. അതിൽ നിന്ന് പാസ് ഔട്ട് 48,000 പേര്. ഇന്ത്യയിൽ മൊത്തമുള്ള IITകളിൽ ഉൾപ്പെടെ 48,000 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ എൻട്രൻസ് എക്സാമിനേഷൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്.